ലാസ്റ്റ് ക്ലാസ്സിൽ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ ഒരു എക്സാമ്പിളും സോൾവ് ചെയ്തു. ഈ വീഡിയോയ്ക്കകത്ത് ഒരു എക്സാമ്പിളും കൂടെ സോൾവ് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 10 വോൾട്ട് സെനർ ഡയോഡ് ഈസ് യൂസ് ടു റെഗുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് എ വേരിയബിൾ ലോഡ് റെസിസ്റ്റർ. അപ്പം സെനർ വോൾട്ടേജ് തന്നിട്ടുണ്ട് 10 വോൾട്ട്. The input voltage varies between 13 and 16 volt. The load current varies between 10 and 85 milliampere. The minimum Zener current is 15 milliampere. Find the maximum value of RS. Second one ആണ് maximum power dissipated by the Zener diode using the value of RS. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ളത് സെനർ ഡയോഡിൻ്റെ വോൾട്ടേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VZ നമുക്ക് തന്നിട്ടുണ്ട് 10 വോൾട്ട്. ദെൻ 10 വോൾട്ട് സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ റെഗുലേഷൻ നടക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത് 13 ആൻഡ് 16 വോൾട്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെ VS എന്ന് പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം VS minimum equal to 13 volt. Input voltage varies between 13 and 16 volt. അപ്പം മിനിമം 13 വോൾട്ടും VS മാക്സിമം എന്ന് പറയുന്നത് 16 വോൾട്ടും വേരീസ് ബിറ്റ്വീൻ 13 ആൻഡ് 16 വോൾട്ട്. The load current varies between 10 and 85 milliampere. അപ്പം ലോഡ് കറണ്ട് എന്താണ്? IL. മിനിമം വാല്യൂ ആണ് 10 milliampere. 10 milliampere. മില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 into 10 raised to minus 3 ampere. ദെൻ ലോഡ് കറൻറ്റിൻ്റെ മാക്സിമം വാല്യൂ ആണ് IL equal to 85 milliampere. അപ്പം IL മാക്സിമം വാല്യൂ 85 milliampere. 85 into 10 raised to minus 3. നമുക്കിവിടെ ഗിവൺ VZ ഈക്വൽ ടു 10 വോൾട്ട്. ദെൻ തന്ന വാല്യൂസ് നമ്മൾ എഴുതി. ദെൻ ദ മിനിമം സെനർ കറൻറ്റ് ഈക്വൽ ടു 15 milliampere. ഇപ്പോൾ സെനർ കറൻറ്റും കൂടെ തന്നിട്ടുണ്ട്. സെനർ കറൻറ്റ് മിനിമം ആണ് പറയുന്നുണ്ട്. മിനിമം സെനർ കറൻറ്റ് തന്നിട്ടുണ്ട് 15 milliampere. ഇത്രയും വാല്യൂസ് നമ്മൾ എഴുതി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് RS. മാക്സിമം വാല്യൂ ഓഫ് RS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് RS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? മാക്സിമം വാല്യൂ ഓഫ് RS നമുക്കിവിടെ എഴുതാം. മാക്സിമം വാല്യൂ ഓഫ് RS മാക്സിമം ഈക്വൽ ടു VS മിനിമം മൈനസ് VZ ഹോൾ ഡിവൈഡഡ് ബൈ IZ മിനിമം പ്ലസ് IL മാക്സിമം. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണത്. RS മാക്സിമം വാല്യൂ ഓഫ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നമ്മുടെ മിനിമം സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 13 വോൾട്ടാണ്. സെനർ വോൾട്ട് എന്ന് പറയുന്നത് 10 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ IZ മിനിമം എത്രയാണ് വരുന്നത്? 15 മില്ലി. അപ്പോൾ 15 into 10 raised to minus 3 പ്ലസ് IL മാക്സിമം എത്ര നമുക്ക് പറഞ്ഞിട്ടുള്ളത്? IL മാക്സിമം 85 മില്ലി. 85 into 10 raised to minus 3. സോ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 30 ohm. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ 30 ohm. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് വൺ ആണ് മാക്സിമം പവർ ഡിസിപ്പേറ്റഡ് ബൈ ദ സെനർ ഡയോഡ്. മാക്സിമം പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം പവർ ഡിസിപ്പേറ്റഡ് ബൈ ദ സെനർ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സെനർ ഡയോഡിലുള്ള മാക്സിമം പവറാണ്. സെനർ ഡയോഡിലുള്ള മാക്സിമം പവർ എന്ന് പറയുമ്പം നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ P ഈക്വൽ ടു V ഇൻറ്റു I ആണ്. സോ V എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് നെക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വരിക? സെനർ നെക്രോസ് ഉള്ള വോൾട്ടേജ്. കറണ്ട് ഏതിലൂടെ ഫ്ലോ ചെയ്യുന്നതാണ്? സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോ IZ ആണ് വരിക. IZ എന്ന് പറയുമ്പം മാക്സിമം പവറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോ മാക്സിമം കറൻറ്റ്
ജനറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ അവിടുത്തെ മാക്സിമം കറൻ്റാണ് IZ മാക്സ്. മാക്സിമം എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം ജനർ കറൻറ്റ് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മാക്സിമം ജനർ കറൻറ്റ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ജനർ കറൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ മാക്സിമം ജനർ കറൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. IZ മാക്സ് ഈക്വൽ ടു VS മാക്സ് minus VZ whole divided by RS minus IL minimum. എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VS മാക്സിമം എത്രയാണ് വരിക? 60 മൈനസ് VZ എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ RS നമ്മൾ കണ്ടുപിടിച്ചു 30 മൈനസ് IL എത്രയാണ്? 10 മില്ലി ആംപിയർ. 10 × 10⁻³ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.19 ആംപിയർ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? PZ മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IZ മാക്സ് ഇൻറ്റു IZ മാക്സ് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 0.19 ഇൻറ്റു VZ എത്രയാണ്? VZ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് 10. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1.9 വാട്ട്. ഇവിടെ നോക്കിയേ, ജനറൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, നമ്മുടെ സപ്ലൈ വോൾട്ടേജിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ ലോഡ് കറണ്ട് വേരി ചെയ്യുന്ന റേഞ്ച് തന്നിട്ടുണ്ട്. മിനിമം 10ഉം മാക്സിമം 85 മില്ലി ആംപിയറും മിനിമം ജനറൽ കറണ്ട് തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് RS ആണ്. മാക്സിമം വാല്യൂ ഓഫ് RS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് VS മിനിമം മൈനസ് VZ ഡിവൈഡ് ബൈ IZ മിനിമം പ്ലസ് IL മാക്സിമം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് 30 ഓം കിട്ടി. ദെൻ സെക്കൻഡ് വൺ ആണ് മാക്സിമം പവർ ഡിസിപ്പേറ്റഡ്. മാക്സിമം പവർ P എന്ന് പറയുമ്പോൾ VI ആണ്. സോ മാക്സിമം ജനറൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IZ മാക്സ് ഇൻറ്റു VZ ആണ്. അപ്പോൾ അതിൽ IZ മാക്സ് കണ്ടുപിടിച്ചു. VS മാക്സ് മൈനസ് VZ ഡിവൈഡഡ് ബൈ RS മാക്സ് മൈനസ് IL മിനിമം. മാക്സിമം ജനറൽ കറണ്ട് നമുക്ക് 0.19 കിട്ടും. അപ്പം മാക്സിമം പവർ എക്രോസ് ജനർ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.19 ഇൻറ്റു 10 ഈക്വൽ ടു 1.9 വാട്ട് എന്ന് കിട്ടും. ഇതാണ് ജനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സെക്കൻഡ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ആണ് ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ. അപ്പം വോൾട്ടേജ് റെഗുലേറ്റർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഗുലേറ്റേഴ്സ് പറഞ്ഞിരുന്നു. സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ, ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ, ദെൻ വോൾട്ടേജ് റെഗുലേറ്റർ യൂസിങ് ഓപ്പാമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പേരുകൾ മാത്രമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഓപ്പാമ്പ് സീരീസ് റെഗുലേറ്റർ, ഓപ്പാമ്പ് ഷണ്ട് റെഗുലേറ്റർ, ദെൻ ട്രാൻസിസ്റ്റർ തന്നെ സീരീസ് റെഗുലേറ്ററും ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്റർ വരുന്നുണ്ട്. ദെൻ സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഗുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ജനറേറ്റ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ സ്പൈറ്റ് ഓഫ് ദ വേരിയേഷൻ ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ചേഞ്ച് ഇൻ ലോഡ് കറൻറ്റ്. ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്താലും ലോഡ് കറൻറ്റ് ചേഞ്ച് ചെയ്താലും രണ്ട് കേസാണെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡിവൈസിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാനാണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവൈസിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഡിവൈസ് ഡാമേജ്ഡ് ആവാം. അപ്പം ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ പ്രോപ്പർ ഓപ്പറേഷനും വേണ്ടിയിട്ടുമാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യുന്നത്. അപ്പം സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ പഠിച്ചു. അതിന് 2 എക്സാമ്പിൾ സോൾവ് ചെയ്തു. സെനർ ഡയോഡ് ലോഡ് റെസിസ്റ്ററിന് പാരലായിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. സോ നമ്മൾ അതിനെ സെനർ ഡയോഡ് ഷണ്ട് റെഗുലേറ്റർ എന്ന് വിളിച്ചു. ഇവിടെ ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്ററാണ്. ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ ആ പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ ട്രാൻസിസ്റ്റർ ലോഡുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സർക്യൂട്ടിൻ്റെ അകത്ത് ട്രാൻസിസ്റ്റർ ഉണ്ട്, സെനർ ഡയോഡ് ഉണ്ട്, R എന്ന് പറയുന്ന റെസിസ്റ്റർ ഉണ്ട്, ലോഡ് റെസിസ്റ്റർ ഉണ്ട്. ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് ആണ് ലോഡ് വോൾട്ടേജ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റഡ് വോൾട്ടേജ് എടുക്കുന്നത്. സപ്ലൈ വോൾട്ടേജ് VS അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആണ്. അൺറെഗുലേറ്റഡ് വോൾട്ടേജ് VS കൊടുക്കുമ്പം IS എന്ന് പറയുന്ന കറൻറ്റ് ഫ്ലോ ചെയ്യും. ഇത്രയാണ് ഒരു ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്ററിൻ്റെ ബേസിക് സർക്യൂട്ട് കമ്പണൻസ്. ഇനി ഇതിൻ്റെ അകത്ത് ട്രാൻസിസ്റ്ററിനെ ലോഡുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ സീരീസ് റെഗുലേറ്റർ എന്ന് വിളിക്കുന്നത്.
സീരീസ് റെഗുലേറ്റർ എന്ന് വിളിക്കാൻ കാരണം ട്രാൻസിസ്റ്റർ സീരീസ് ആയിട്ടാണ് ലോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ സർക്യൂട്ടിനെ എമിറ്റർ ഫോളോവർ എന്നും വിളിക്കും. കാരണം ഇതൊരു എമിറ്റർ ഫോളോവർ ആയിട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഫങ്ഷൻ എമിറ്റർ ഫോളോവർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ എമിറ്റർ ഫോളോവർ എന്നും വിളിക്കും. പിന്നെ ഈ ട്രാൻസിസ്റ്ററിനൊരു പ്രോപ്പർട്ടി ഇതിൽ എക്സിബിറ്റ് ചെയ്യുന്നത്, ട്രാൻസിസ്റ്റർ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഈ വേരിയബിൾ റെസിസ്റ്റൻസ് കിട്ടുന്നത് അതിൻ്റെ ബേസ് കറൻറ്റ് ആണ് ഈ വേരിയബിൾ റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ഈ ട്രാൻസിസ്റ്റർ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ആ വേരിയബിൾ റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ ബേസ് കറൻറ്റാണ്. ബേസ് കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ്. ഇപ്പം നമുക്കറിയാം ട്രാൻസിസ്റ്ററിന് ബേസ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ്. ദെൻ ഇവിടെ സപ്ലൈ കറൻറ്റ്, ഇൻപുട്ട് കറൻറ്റ് പാസ് ചെയ്യുന്നത് കളക്ടറിലേക്കാണ്. ദെൻ ബേസിൻ്റെയും എമിറ്ററിൻ്റെയും അക്രോസുള്ള വോൾട്ടേജിനെ VBE എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. ജനറിന് അക്രോസുള്ള വോൾട്ടേജിന് VZ, ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റാണ് IZ. ലോഡ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റാണ് IL. ഇനി ലോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരു പാരലൽ സർക്യൂട്ടിനകത്ത്, ഒരു പാരലൽ ബ്രാഞ്ചസിനകത്ത് വോൾട്ടേജ് സെയിം ആണ്. ഇവിടെ ലോഡ് വോൾട്ടേജ് VL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RLന് അക്രോസുള്ള വോൾട്ടേജാണ്. ആ VL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VZ മൈനസ് VBE ആണ്. VL ഈക്വൽ ടു VZ മൈനസ് VBE ആണ്. അപ്പോൾ നമുക്കിതിൽ VBE എങ്ങനെ എഴുതാം? VBE ഈക്വൽ ടു VZ മൈനസ് VL. VBE ഈക്വൽ ടു VZ മൈനസ് VL. അപ്പം ലോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെനർ വോൾട്ടേജ് മൈനസ് ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇത് നോക്കാനുള്ളത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറയുമ്പം ഒരു സീരീസ് റെഗുലേറ്ററിൻ്റെ വർക്കിംഗ്, ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ വർക്കിംഗ് നമ്മൾ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമുക്കിതിൻ്റെ ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ലോഡ് റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എന്ത് ചെയ്യും? കുറയും. ലോഡ് റെസിസ്റ്റൻസ് കൂടുമ്പം അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കുറയും. റെസിസ്റ്റൻസ് കൂടുമ്പം അവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പം RL ഇൻക്രീസ് ചെയ്യാണ്. RL ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈഡിൽ എഴുതാം, RL ഇൻക്രീസ് ചെയ്തു. RL ഇൻക്രീസ് ചെയ്യുമ്പം ലോഡ് കറൻറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ലോഡ് കറൻറ്റ് ഡിക്രീസ് ചെയ്തു. RL ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ നടക്കുന്നത്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്, ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, VL ഈക്വൽ ടു VZ മൈനസ് VBE. ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ VBE ഡിക്രീസ് ചെയ്യുന്നുണ്ട്. VZ എപ്പോഴും കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. വോൾട്ടേജ് അക്രോസ് ജനറൽ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പം ഇൻക്രീസ് ഇൻ ലോഡ് വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിക്രീസസ് ദ ബേസ് എമിറ്റർ വോൾട്ടേജ്. സോ നമുക്കിവിടെ പറയാം ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തപ്പം ബേസ് എമിറ്റർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്തു. അപ്പം ഇൻക്രീസ് ഇൻ ലോഡ് വോൾട്ടേജ് ഡിക്രീസസ് ദ ബേസ് എമിറ്റർ വോൾട്ടേജ്. കാരണം സെനർ ഡയോഡിൻ്റെ ക്രോസുള്ള വോൾട്ടേജ് ഫിക്സഡ് ആണ്. അപ്പം VBE ഡിക്രീസ് ചെയ്തു. VBE ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് അവിടെ ഡിക്രീസ് ചെയ്തു. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഫോർവേഡ് ബയാസ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ഫോർവേഡ് ബയാസ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. ബേസ് എമിറ്റർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഫോർവേഡ് ബയാസ് റെഡ്യൂസ് ചെയ്തു. ട്രാൻസിസ്റ്ററിൻ്റെ ഫോർവേഡ് ബയാസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ടക്ഷൻ റെഡ്യൂസ് ചെയ്യും. കണ്ടക്ഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ഷൻ റെഡ്യൂസ് ചെയ്യും. കണ്ടക്ഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പം അവിടുത്തെ ഇൻപുട്ട് കറണ്ട് എന്താണ് ചെയ്യുന്നത്, കുറയുകയാണ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരുന്നത്, ഐ എസ് ഡിക്രീസ് ആവും. അപ്പോൾ ഇൻപുട്ട് കറണ്ട് കുറയുന്നത് ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഇൻക്രീസ് ചെയ്തില്ലേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സപ്ലൈ കറണ്ട് കുറയുന്നത്. അപ്പം ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ലോഡ് കറണ്ട് അവിടെ റെഡ്യൂസ് ചെയ്തു. ആ ലോഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പം സപ്ലൈ കറണ്ടും ഇവിടെ റെഡ്യൂസ് ആയി. എങ്ങനെയാണ് സപ്ലൈ കറണ്ട് റെഡ്യൂസ് ചെയ്തെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ലോഡ് വോൾട്ടേജ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ RL ഇൻക്രീസ് ചെയ്ത സമയത്ത് ലോഡ് കറണ്ട് കുറയും. നമുക്ക് എപ്പോഴും വേണ്ട എന്താണ്, ലോഡ് വോൾട്ടേജ് ഫിക്സഡ് ആയിട്ടിരിക്കണം. സെനർ വോൾട്ടേജ് ഓൾറെഡി ഫിക്സഡ് ആണ്. അപ്പം RL ഇൻക്രീസ് ചെയ്യുമ്പം IL ഡിക്രീസ് ചെയ്യും, ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം നമ്മൾ എഴുതിയ ഇക്വേഷൻ പ്രകാരം ബേസ് എമിറ്റർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. ബേസ് എമിറ്റർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ഫോർവേഡ് ബയാസ് റെഡ്യൂസ് ചെയ്തു. ട്രാൻസിസ്റ്ററിലേക്ക് ലെസ് ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പം കണ്ടക്ഷൻ അവിടെ കുറയും. കണ്ടക്ഷൻ കുറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ കറണ്ട് കുറയും. സപ്ലൈ കറണ്ട് കുറയുമ്പം കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് RL അക്രോസ് ഉണ്ടായ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് എവിടേക്ക് പോവും, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജിൽ ഇൻക്രീസ് നടക്കുകയാണ്. ആ ഇൻക്രീസ് നടക്കുമ്പം വോൾട്ടേജ് അക്രോസ് RL കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്ററിൻ്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രാൻസിസ്റ്റർ സീരീസ് വിത്ത് ദ ലോഡാണ്. സോ നമുക്കതിനെ സീരീസ് റെഗുലേറ്റർ എന്ന് വിളിക്കാം. This is also known as emitter follower because the transistor behave as an emitter follower. Transistor behave as a variable resistance whose value determined by the amount of base current. ഇപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടു. വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വോൾട്ടേജും വേരി ചെയ്യും. അതിൻ്റെ ബേസ് കറണ്ട് അറിയാം, VBE റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പം അവിടുത്തെ ബേസ് കറണ്ട് വേരി ചെയ്യുന്നുണ്ട്. ബേസ് കറണ്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും വേരി ചെയ്യും. സോ ട്രാൻസിസ്റ്റർ ബിഹേവ് ആസ് എ വേരിയബിൾ റെസിസ്റ്റൻസ് ഹൂസ് വാല്യൂ ഡിറ്റർമൈൻഡ് ബൈ ദ എമൗണ്ട് ഓഫ് ബേസ് കറണ്ട്. ലോഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു, നമ്മൾ എഴുതിയ ഇക്വേഷനാണ്, ലോഡ് വോൾട്ടേജ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് സെനർ വോൾട്ടേജ് ആൻഡ് ബേസ് എമിറ്റർ വോൾട്ടേജ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന കേസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ്. ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് ഡിക്രീസസ്. ബിക്കോസ് ഓഫ് ദിസ് ലോഡ് കറണ്ട് ഡിക്രീസസ്. കറണ്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. എനി ഇൻക്രീസ് ഇൻ ലോഡ് വോൾട്ടേജ് ഡിക്രീസസ് ദ ബേസ് എമിറ്റർ വോൾട്ടേജ്. അതെങ്ങനെയാണ്, അത് ഈ ഇക്വേഷനാണ് VL ഈക്വൽ ടു VZ മൈനസ് VBE എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരമാണ് ഇൻക്രീസ് ഇൻ ലോഡ് വോൾട്ടേജ് ഡിക്രീസസ് ദ ബേസ് എമിറ്റർ വോൾട്ടേജ്. ബിക്കോസ് സെനർ വോൾട്ടേജ് ഫിക്സഡ് ആണ്. അപ്പം സെനർ വോൾട്ടേജ് ഫിക്സഡ് ആയ കാരണമാണ് ബേസ് എമിറ്റർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തത്. അപ്പം ഇത് കാരണം ബേസ് എമിറ്റർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഫോർവേഡ് ബയാസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് റെഡ്യൂസ്ഡ്, which reduces its level of conduction. This increases the collector to emitter voltage of the transistor. This in turn slightly decreases the input current. Input current എന്തെയും കുറയും to compensate for the increase in the value of load resistance so that load voltage may remain a constant value. Output of a transistor series regulator is approximately equal to Zener voltage. നമുക്ക് എപ്പോഴും ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, സെനർ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കണം. അപ്പോഴല്ലേ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടുക. നമുക്കിവിടെ എന്ത് കിട്ടും, ഔട്ട്പുട്ട് ഓഫ് ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സെനർ വോൾട്ടേജ്. ഈ റെഗുലേറ്റർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലാർജർ ലോഡ് കറൻറ്റ് വരുന്ന കേസിലാണ് ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഫിക്സഡ് വോൾട്ടേജ് DC പവർ സപ്ലൈ.
അപ്പോൾ ഫിക്സഡ് വോൾട്ടേജ് ഡി സി പവർ സപ്ലൈ സർക്യൂട്ട്, ഒരു പവർ സപ്ലൈ സർക്യൂട്ടാണ് ഇവിടെ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പവർ സപ്ലൈ സർക്യൂട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിലൊരു 4 സ്റ്റേജ് ഉണ്ട്. എ സി പവർ സപ്ലൈ അത് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും, അതാണ് ഒരു സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജാണ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് വെച്ചാൽ റെക്ടിഫയർ. തേർഡ് സ്റ്റേജാണ് ഫിൽറ്റർ. ഫോർത്ത് സ്റ്റേജാണ് റെഗുലേറ്റർ. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു പവർ സപ്ലൈക്കകത്ത് 4 സ്റ്റെപ്സ് പറഞ്ഞു. ഫസ്റ്റ് വൺ പവർ സപ്ലൈ വിത്ത് ട്രാൻസ്ഫോമർ. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പവർ സപ്ലൈ വിത്ത് ട്രാൻസ്ഫോമർ. പവർ സപ്ലൈ വിത്ത് ട്രാൻസ്ഫോമർ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്ടിഫയർ സർക്യൂട്ട്. സെക്കൻഡ് വൺ ആണ് റെക്ടിഫയർ സർക്യൂട്ട്. തേർഡ് വൺ ആണ് ഫിൽട്ടർ സർക്യൂട്ട്. ആൻഡ് ഫോർത്ത് വൺ ആണ് റെഗുലേറ്റർ സർക്യൂട്ട്. ഇതിലെ ഓരോ സ്റ്റേജും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈ വിത്ത് ട്രാൻസ്ഫോമർ, നമ്മുടെ ലൈൻ വോൾട്ടേജ് എങ്ങോട്ടേക്ക് കൊടുക്കും? ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്ന 230 വോൾട്ട് 50 ഹെർട്സിന് ഡൗൺ കൺവേർഷൻ നടത്തും. അപ്പം സപ്പോസ് 12 വോൾട്ടിലേക്കോ അല്ലെങ്കിൽ 6 വോൾട്ടിലേക്കോ സ്റ്റെപ്പ് ഡൗൺ നടത്തും. ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലോ വോൾട്ടേജ് സിഗ്നലിന് റെക്ടിഫയറിലേക്ക് കൊടുക്കും. അപ്പോൾ റെക്ടിഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെക്ടിഫയർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് കൺവേർട്ട് എ സി സിഗ്നൽ ഇൻ ടു പൾസേറ്റിംഗ് ഡി സി. പൾസേറ്റിംഗ് ഡി സി ആണ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ആ ഔട്ട്പുട്ടിനകത്തും എന്തൊക്കെ വരുന്നുണ്ട്? എ സി കമ്പണൻ്റ് ഉണ്ട്, ഡി സി കമ്പണൻ്റ് ഉണ്ട്. നമുക്കതിൽ എന്ത് ചെയ്യണം? എ സിനെ റിമൂവ് ചെയ്യണം. എ സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തേർഡ് സ്റ്റെപ്പായിട്ടുള്ള ഫിൽറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഫിൽറ്റർ എ സിനെ റിമൂവ് ചെയ്യും. അപ്പം എ സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും സപ്പോസ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ലോഡ് കറണ്ടിൽ വേരിയേഷൻസ് വരുന്ന സമയത്തോ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്ത തേർഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിലൊക്കെ വേരിയേഷൻസ് വരാം. അത് നമ്മുടെ ഡിവൈസിനെ ഡാമേജിലേക്ക് നയിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെഗുലേറ്റർ സർക്യൂട്ട്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റെഗുലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യും. റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും. ഇത്രയാണ് ഒരു പവർ സപ്ലൈ സർക്യൂട്ടിനകത്ത് വരുന്നത്. നമുക്ക് സർക്യൂട്ട് ഒന്നും കൂടെ നോക്കാം. എ സി സപ്ലൈ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വോൾട്ടേജിനെ ഡൗൺ ചെയ്തു. ദെൻ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. റെക്ടിഫയറിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്തത്. ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ റിപ്പിൾസിൻ്റെ എമൗണ്ട് കുറവാണ്. ദെൻ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഒരു പൈ ഫിൽറ്ററിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു CLC ഫിൽറ്ററിലേക്ക് കൊടുത്തു. ദെൻ CLC ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പം റിപ്പിൾസ് വെരി സ്മോൾ എമൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ ഐഡിയൽ കേസിൽ റിപ്പിൾസിൻ്റെ എമൗണ്ട് 0. സോ പ്യുവർ ഡി സി എന്ന് തന്നെ പറയാം. പക്ഷേ ഫ്ലക്ച്വേഷൻസ് വരാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള റെഗുലേറ്റർ യൂസ് ചെയ്തത്. ഇവിടെ ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്ററാണ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്തത്. ദെൻ ഔട്ട്പുട്ട് ഓഫ് ദ റെഗുലേറ്റർ വി ഗെറ്റ് ദ കോൺസ്റ്റൻറ്റ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇത്രയാണ് ഫിക്സഡ് വോൾട്ടേജ് ഡി സി പവർ സപ്ലൈ സർക്യൂട്ടിനകത്ത് വരുന്നത്. ഇതിനകത്ത് റെക്ടിഫയർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ്: ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഫിൽറ്റർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് പഠിച്ചു. കപ്പാസിറ്റർ ഫിൽറ്റർ, ഇൻഡക്റ്റർ ഫിൽറ്റർ, LC ഫിൽറ്റർ, CLC ഫിൽറ്റർ. ദെൻ റെഗുലേറ്റേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു. ടൈപ്സ് നമ്മൾ പഠിച്ചത് സെനർ ഡയോഡ്, ഷണ്ട് റെഗുലേറ്റർ, ദെൻ ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ. പഠിച്ച ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം 4 സ്റ്റേജ് യൂസ് ചെയ്ത് നമുക്കൊരു പവർ സപ്ലൈ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. നമുക്കതിൻ്റെ ഒന്ന് നോക്കാം. എ ഡി സി പവർ സപ്ലൈ കൺസിസ്റ്റ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ voltage transformer, rectifier, filter and regulator. Here we use bridge rectifier, pi filter or CLC filter and transistor series regulator. The unregulated AC voltage is fed from the transformer through a bridge rectifier. It is then filtered by a CLC filter or pi filter. Finally regulated by a transistor series regulator.
ഇനി ഇപ്പം നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഒരു കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജാണ്. ചില കേസിൽ നമുക്ക് കിട്ടുന്ന ഈ ഔട്ട്പുട്ട് വോൾട്ടേജിന് അതിനേക്കാൾ ചെറിയ വാല്യൂ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വാല്യൂ നമുക്ക് ആവശ്യമാണ്. സപ്പോസ് നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു 5 വോൾട്ട് DC പവർ സപ്ലൈ നമ്മൾ ഡിസൈൻ ചെയ്തു എന്ന് കരുതാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു 10 വോൾട്ട് വേണമെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു 2 വോൾട്ട് വേണമെന്ന് കരുതുക. അപ്പോൾ 5 വോൾട്ടിനേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ 5 വോൾട്ടിനേക്കാൾ കുറവാണ്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ നോർമൽ വാല്യൂവിൽ നിന്ന് ഗ്രേറ്റർ ഓർ ലെസ്സർ ആവുന്ന കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു അഡീഷനും കൂടെ വരുത്തി കഴിഞ്ഞാൽ ഈ DC പവർ സപ്ലൈയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് എത്താം. അപ്പം അതിനുവേണ്ടി ചെയ്യുന്നത്, ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് ഐദർ സ്മോളർ ഓർ ഗ്രേറ്റർ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ദാൻ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ DC പവർ സപ്ലൈ സർക്യൂട്ട്. The smaller output can taken by using a voltage divider. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മോളർ DC ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ DC സപ്ലൈയുടെ ഔട്ട്പുട്ടിലാണ് കണക്ട് ചെയ്യുക. ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റിഡ്യൂസ്ഡ് വോൾട്ടേജിലേക്ക് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സ്മോളർ വാല്യൂ കിട്ടും. സപ്പോസ് നമുക്ക് ഹയർ വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമുക്കവിടെ വോൾട്ടേജ് മൾട്ടിപ്ലയർ യൂസ് ചെയ്യാം. വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മുടെ മൾട്ടിപ്ലയറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് Vin ആണെങ്കിൽ നമുക്കവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2Vin അല്ലെങ്കിൽ 3Vin 4Vin അങ്ങനെ മൾട്ടിപ്ലയേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മൾട്ടിപ്ലയർ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാർജർ വാല്യൂ നമുക്ക് പോസിബിളാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്, ഫിക്സഡ് DC പവർ സപ്ലൈക്കകത്ത് വരുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് പഠിച്ചു. വോൾട്ടേജ് റെഗുലേറ്റർ ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ പറഞ്ഞു. ദെൻ അതിനെ മെഷർ ചെയ്യാനുള്ള 2 ടേംസ് പഠിച്ചു, ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ. ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് സോൾവ് ചെയ്തു. ദെൻ നമ്മൾ പിന്നെ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റർ, അതിൻ്റെ അകത്ത് വരുന്നതാണ് സെനർ ഷണ്ട് റെഗുലേറ്റർ, ദെൻ ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ, ആൻഡ് ഇതുവരെ പഠിച്ച റെക്ടിഫയർ, ഫിൽട്ടർ, ദെൻ നമ്മൾ റെഗുലേറ്റേഴ്സ്, ഇതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു പവർ സപ്ലൈ ഡിസൈൻ ചെയ്തെടുത്തു, ഒരു DC പവർ സപ്ലൈ ഡിസൈൻ ചെയ്തെടുത്തു. അപ്പം ഇത്രയും പഠിച്ച കാര്യങ്ങളുടെ അപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൊബൈൽ ചാർജറൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒരു മൊബൈൽ ചാർജർ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒരു 5 വോൾട്ട് മൊബൈൽ ചാർജർ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് വേണം, ഇത്രയും സർക്യൂട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം നമ്മുടെ ലൈൻ വോൾട്ടേജിന് ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു, ദെൻ അതിനെ റെക്ടിഫൈ ചെയ്തു, ദെൻ ഫിൽറ്ററിങ് നടത്തി, ദെൻ റെഗുലേറ്റ് ചെയ്തു, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഒരു 5 വോൾട്ടേജ് നമുക്ക് അത് ഈ 5 വോൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഡിസൈനാണ് അതിന് വേണ്ടിയുള്ള കമ്പോണൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്ററിൻ്റെ അകത്തും പൈ ഫിൽറ്ററിൻ്റെ അകത്തൊക്കെ നമുക്കതിന് വേണ്ടുന്ന കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസിസ്റ്റർ, സെനർ ഡയോഡൊക്കെ യൂസ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഒരു മൊബൈൽ ചാർജർ ഡിസൈൻ ചെയ്യാം. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് DC പവർ സപ്ലൈ സർക്യൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം ഇത്രയാണ് ഈ വീഡിയോയ്ക്കകത്ത് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.